കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തൂലികാനാമങ്ങളും ചുരുക്കപ്പേരുകളുമാണല്ലേ. അപ്പോൾ എല്ലാവരും ഇത് LSS നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മുടെ നാളെയാണ് നമ്മൾ LP കാർ. എന്നെപ്പോലെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും LP കാർക്കൊക്കെ പരീക്ഷ തുടങ്ങുന്നത് 17-നാണല്ലേ, ക്രിസ്മസ് പരീക്ഷ. അപ്പോൾ എല്ലാവരും തയ്യാറെടുപ്പ് ചെയ്യുന്നില്ലേ? അപ്പോൾ നമുക്ക് ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് പരീക്ഷയും ഇതൊക്കെ രണ്ടും നോക്കണം. ക്രിസ്മസ് പരീക്ഷണേക്കാളും വലുതെന്നല്ല, ക്രിസ്മസ് പരീക്ഷണേക്കാളും ഇത്തിരി വലിയ കാര്യമാണ് LSS പരീക്ഷ. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ കിട്ടിയ വലിയ സമ്മാനമൊക്കെ ഉണ്ട് അത്രേ. ക്രിസ്മസ് പരീക്ഷ നല്ലോണം പഠിക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കടക്കാം. അപ്പോൾ ഒന്നാമത്തെ തൂലികാനാമങ്ങളും ചുരുക്കപ്പേരുകളും. ശരിക്കും ശരിക്കുള്ള പേരും ശരിക്കും വലിയ മുഴുവൻ പേരും ചുരുക്കപ്പേരെന്ന് വെച്ചാൽ ചെറിയ. ഇപ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അത് നമ്മൾ അക്കിത്തം എന്നല്ലേ പെട്ടെന്ന് പറയുക. അക്കിത്തം ഇത്തരത്തിനെ പെട്ടെന്ന് നമ്മൾ അക്കിത്തം എന്നല്ലേ വിളിച്ച് പറയുക. അതാണ് ഞാൻ ചുരുക്കപ്പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുറേ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ അക്കിത്തത്തിന് ചുരുക്കപ്പേര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആനന്ദ് പി സച്ചിദാനന്ദൻ. ആശാൻ കുമാരൻ ആശാൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇന്ദുചൂടൻ നീലകണ്ഠൻ KK. EV കൃഷ്ണപിള്ള. ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. SK പൊറ്റക്കാട്. NN കാക്കാട്. K നാരായണൻ നമ്പൂതിരി. MR ഭട്ടത്തിരിപ്പാട്. MN പാലൂർ മാധവൻ നമ്പൂതിരി. ON വേലിക്കുറുപ്പ്. ഒളപ്പമണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട്. കടമനിട്ട രാമകൃഷ്ണൻ. കാക്കനാടൻ ജോർജ് വർഗീസ്. കരൂർ നീലകണ്ഠപിള്ള. കേസരി A ബാലകൃഷ്ണൻ പിള്ള. കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അപ്പോൾ എല്ലാവർക്കും സംശയം വന്നിട്ടുണ്ടാകും, 2 കേസരി വരുന്നുണ്ടല്ലേ. ഒന്ന് കേസരി കരൂർ ഒന്ന് കേസരി A ബാലകൃഷ്ണൻ പിള്ള. രണ്ടാമത്തെ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അപ്പം അതൊന്ന് നമുക്ക് പഠിച്ചൊക്കെ ഇത്തിരി പണിയാണ്. അത് നല്ലോണം നോക്കിക്കോ. കേസരി എന്ന് വെച്ചാൽ ചോദ്യം നമുക്ക് കൺഫേം ചെയ്യാനുണ്ട്. അപ്പോൾ കേസരി 2 കേസരി ഉണ്ടല്ലേ, 2 കേസരി ഉണ്ടാവും. ഒന്നാമത്തെ കേസരി A ബാലകൃഷ്ണൻ പിള്ള. രണ്ടാമത്തെ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ഇത് രണ്ടും ഇത്തിരി പണിയുള്ള ഉത്തരങ്ങളാണ്. ഇപ്പോൾ 2 കേസരി നമുക്ക് മാറിപ്പോകരുത്. അപ്പോൾ അടുത്ത ചോദ്യം, കോവിലൻ V അയ്യപ്പൻ. കോവൂർ EM. K മത്യു ഐപ്പ്. എന്തോ ഒരു പേരല്ലേ, ഇതുവരെ കേൾക്കാത്തൊരു പേരാണ്. അടുത്തത് ചന്ദ്രിക സോപ്പിൻ്റെ പേരാണ്. അടുത്തത് ചെറുകാട് C ഗോവിന്ദ പിഷാരടി. അത് നിങ്ങൾ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അടുത്തത് G ശങ്കരക്കുറിപ്പ്. അത് കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അടുത്തത് T രാമചന്ദ്രൻ. അതും കേട്ടിട്ടുണ്ടാവും കുറേ ആൾ. അടുത്തത് DC കിഴക്കേമുറി. ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. ഞാനത് ആ പേര് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. തിക്കോടിയൻ കുഞ്ഞനന്ദൻ നായർ. അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അടുത്തത് ദേശം NK കുട്ടിക്കൃഷ്ണപിള്ള. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തത് നന്ദനാർ PC ഗോപാലൻ. അതും ഞാൻ കേട്ടിട്ടുണ്ട്. പഠിത്തം കിട്ടും നോക്കാം, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയാൽ പോരാ. LSSനൊക്കെ ഉറപ്പായിട്ടും വരുന്നതാണ്. ഒന്ന് സമാനാർത്ഥ പദങ്ങൾ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശൈലികളല്ലേ. ശൈലികളെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ നെല്ലിപ്പലക കാണുക എന്ന് വെച്ചാൽ അവസാനം അതിൻ്റെ ശൈലികളുടെ അർത്ഥങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും നമ്മൾ ഇന്നലെ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്ന് തൂലികാനാമങ്ങളൊക്കെ വരും കേട്ടോ. ഇങ്ങനെയല്ല തരിക, ഇങ്ങനെ കുറേ എണ്ണം തരില്ല, 1 2 അറ്റം തരും ചോദ്യത്തിൽ ഇടയിൽ. അപ്പോൾ നമ്മളെ കുഴപ്പിച്ചളയും. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് വെറുതെ നോക്കിയാൽ പോരാ, എല്ലാവരും പഠിക്കണം. അപ്പോൾ അടുത്ത ഘട്ടമാണ്, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് അത് വിഷമിക്കണ്ട. അടുത്തത് പവനൻ, പി നാരായണൻ നായർ. അടുത്തത് കെ പാനു, കെ കുഞ്ഞുരാമൻ. പാല നാരായണൻ നായർ. പാറപ്പുറം, കെ ഇ മത്തായി. പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, പേര് വേഗം മാറിപ്പോവും. ഒന്ന് കെ കുഞ്ഞുരാമൻ, അടുത്തത് പിന്നെ പി കുഞ്ഞിരാമൻ നായർ. 2 കുഞ്ഞിരാമൻ ഉണ്ട്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അടുത്തത് പി കെ നാരായണപിള്ള. അടുത്തത് പ്രേംജി മാണ്ഡവ്യൻ. ഓ അതെന്ത് പേരോളി. അപ്പം അത് MP ഭട്ടത്തിരിപ്പാട്. അതിൻ്റെ ശരിക്കുള്ള ഫുള്ള് തൂലികാനാമം ചെറുത് തന്നെയാണ് കേട്ടോ. MP ഭട്ടത്തിരിപ്പാടായിരുന്നു, അതിനാണ് ഇത്രയും വലിയ പേര്. അത് ബോധേശ്വരൻ നാരായണൻ നായർ. ബോധേശ്വരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ബോധേശ്വരനാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അതായിരിക്കും, ചിലപ്പോൾ അതായിരിക്കില്ല. ആ ബോധേശ്വരനായിരിക്കില്ല, എനിക്കറിയില്ലേ. അപ്പോൾ ആ ബോധേശ്വരനാണ് എന്ന് നല്ല അത്രയും ഉറപ്പുള്ള ആൾക്കാർ ഇത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, പി ശങ്കരൻ നമ്പൂതിരി. അടുത്തത് മാലി വി മാധവൻ നായർ. അതായത് മായി തന്നെ തുടങ്ങുന്നതെന്നൊക്കെ വേഗം കിട്ടും, എനിക്ക് വേഗം കിട്ടി. അടുത്തത് മൂലൂർ എസ് പത്മനാഭ പണിക്കർ, അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അടുത്തത് രേവതി TR ശങ്കുണി, അതും ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. വള്ളത്തോൾ നാരായണമേള, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്തത് വാനമ്പാടി മേരി ജോൺ കുഞ്ഞാട്ടുകുളം, അത് ഞാൻ കേട്ടിട്ടില്ല. VKN വടക്കേ കൂട്ടാല നാരായണക്കുട്ടി നായർ. അടുത്തത് വിലാസിനി MK മേനോൻ, അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. VC ബാലകൃഷ്ണപ്പണിക്കർ, അതും ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളിക്കുളം, അത് ഞാൻ കേട്ടിട്ടില്ല. വെള്ളിക്കുളം ഗോപാലക്കുറിപ്പ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫുള്ളി ഞാൻ വായിച്ചില്ല, സോറി. അടുത്തത് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, അത് ഞാൻ കുറേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്തത് വൈശാഖൻ ഞാൻ കേട്ടിട്ടില്ല. MK ഗോവിന്ദനാഥൻ നായർ. അടുത്തത് സഞ്ജയൻ MR നായർ. സിനിക് വാസുദേവൻ നായർ. നമ്മൾ കുറേ കേട്ടു, പക്ഷേ സിനിക്ക് അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേരാണെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഭയങ്കരമാണല്ലോ, ചുരുക്കപ്പേരായിരിക്കും. അപ്പോൾ അത് ഭയങ്കര പേര് തന്നെയാണ്. അപ്പോൾ അടുത്തത് CV രാമൻ പിള്ള. അടുത്തത് CV രാമൻ പിള്ള കുറേ കേട്ടിട്ടുണ്ടാവും. അടുത്തത് സീരി രവിവർമ്മ തമ്പുരാൻ, അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. സുകുമാർ സുകുമാരൻ പോറ്റി. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. സേതുമാധവൻ. സോമൻ തോപ്പിൽ ഭാസി, അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ തൂലികാനാമങ്ങളും ചുരുക്കപ്പേരുകളും നമ്മൾ ഇത്രയൊക്കെയാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതന്നെ പഠിക്കാൻ കുറേ പണിയുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുകൂടെ എന്നോട് പറയുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഏത് വിഷയമാണ് വേണ്ടത്, അപ്പോൾ ഞാൻ 4 വിഷയത്തിന് പേര് പറഞ്ഞുതരാം. പരിസര പഠനം, പിന്നെ മലയാളം, പിന്നെ GK പൊതുവിജ്ഞാനം, GK എന്ന് വെച്ചാൽ പൊതുവിജ്ഞാനം, പിന്നെ ഇംഗ്ലീഷ്, ഗണിതം. 5 യൂണിറ്റാണുള്ളത്. ഈ 5 യൂണിറ്റിൽ ഏതൊക്കെയാണ് നാളെ വേണ്ടത് എന്നുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. നമുക്ക് അത് പ്രകാരം നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും നമ്മൾ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ഷെയർ ചെയ്യുന്നേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ക്രിസ്മസ് പരീക്ഷ പഠിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്.
നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.